നമസ്കാരം. PSC പോയിന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. 2023 നടന്ന ബൈൻഡർ ഗ്രേഡ് 2 എക്സാമിൽ അടങ്ങിയിരിക്കുന്ന 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവ്വവ്യാപിയായ ഈ ഭയത്തിനെതിരെ ആണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണിവ. ഏതായിരുന്നു ആ ഗ്രന്ഥം? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവ്വവ്യാപിയായ ഈ ഭയത്തിനെതിരെ ആണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണ്. ഏത് ഗ്രന്ഥത്തിലെ വരികളാണിവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിലെ വരികളാണിവ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ വ്യാപകങ്ങളായ മാറ്റം വരുത്തി. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടർന്നിരുന്നത്. അതിൽ പ്രമുഖമായിരുന്നത് സത്യപരീക്ഷയായിരുന്നു. കുറ്റം ചെയ്ത ആളിൻ്റെ ജാതി അനുസരിച്ചാണ് വിചാരണയുടെയും ശിക്ഷയുടെയും സ്വഭാവം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമചിന്തകളുടെ പ്രധാന ആശയങ്ങൾ ഏവ അല്ലെങ്കിൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. നിയമവാഴ്ചയും നിയമത്തിന് മുന്നിൽ സമത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി. ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗോഡ്വിൻ ആസ്റ്റിൻ. ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചും ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 2ഉം 4ഉമാണ്. മണ്ണിൻ്റെ ഉൽപാദനശേഷി കുറഞ്ഞു. ഭൂവിതരണത്തിലെ അസമത്വം വർദ്ധിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? കാർഷികോൽപാദനം വർദ്ധിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മഹാൻ. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മഹാൻ ആരാണ്? ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്യം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്യം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. രാജ്യത്തിൻ്റെ തലസ്ഥാനത്തോ രാജ്യത്തിനകത്തുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ ഉള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. അനുവദിക്കപ്പെടുന്ന പ്രത്യേക സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. താൽക്കാലികമായി കേന്ദ്രത്തിലേക്ക് അയക്കപ്പെടാവുന്നതാണ്. ഇന്ത്യൻ ദൗത്യത്തിന് വേണ്ടി വിദേശത്ത് പ്രവർത്തിക്കുന്നു. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ എ ആണ്. നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ഓപ്ഷൻ എ, നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് എന്നിവ വൈറസ് രോഗങ്ങളാണ്. ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. എയ്ഡ്സ്, ക്ഷയം എന്നിവ വൈറസ് രോഗങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, ഡിഫ്തീരിയ എന്നിവ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, ക്ഷയം എന്നിവ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും വൈറസ് രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക. സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. സെറിബെല്ലം ചിന്ത, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. മെഡുല ഒബ്ലങ്കേറ്റ സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായി വർത്തിക്കുന്നു. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 4 മാത്രമാണ്. 1 സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. 4 എന്താണ്? ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. സെറിബെല്ലം ചിന്ത, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ചിന്ത, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായി വർത്തിക്കുന്നത് തലാമസ് ആണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായി വർത്തിക്കുന്നു. ഹൈപ്പോതലാമസ് എന്നാണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത. ഉത്തരം ഓപ്ഷൻ ബി കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 250 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 80 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖയിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഈ വസ്തുവിന്റെ ആക്കം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 20,000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ്. ആക്കം കാണുന്ന ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു പ്രവേഗമാണ് ആക്കം കാണുന്നത്. ആക്കം = മാസ് ഇൻറ്റു പ്രവേഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. നിക്രോം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ നിക്രോം. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്വ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? വിശ്വ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ്. കൂടിയാട്ടം. ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ്? ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ്. കെ മുഹമ്മദ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ലാംഗ്വേജ് പ്രോസസ്സർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 MB മെഗാബൈറ്റ് = ഉത്തരം ഓപ്ഷൻ ബി സി ആണ്. 1024 KB ആണ്. 1024 KB. ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്